ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലത്തീയത്തെ ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസത്തെ രാത്രിക്കലത്തെ പരിപാടിയിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നിർത്തിയോടത്തുനിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാ പരിപാടികളൊക്കെ അവസാനിച്ചു. എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടാണ്. നമ്മുടെ അമ്പലത്തിന് ചുറ്റുമുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. എവിടെ ഒരു പരിപാടി ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് ആർമാദിക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ വേറെ ആരില്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ. അവരാണെങ്കിൽ അതൊന്നും പാഴാക്കിയിട്ടില്ല. അവരും ആ പാട്ടിനൊപ്പം ചൂടൊക്കെ വെച്ച് ആർമാദിക്കുകയാണ് ഗൈസ്. അവരങ്ങോട്ട് ആർമാദിക്കട്ടെ അല്ലേ. പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തേക്ക് പോകാൻ കേട്ടോ. ബാക്കിയുള്ളവരെല്ലാവരും അമ്പലത്തിലുണ്ട്. അപ്പോൾ ഇന്നാണ് ഗൈസ് നമ്മുടെ ഉത്സവം. അപ്പം ഇനി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. സമയം ഇപ്പോൾ ഒരു 9:15 ആയിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൂപ്പന് വയ്യ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പാടുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അതേട്ടായി. ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറേ സമയമായി. നമ്മുടെ വാവാച്ചിയാണെങ്കിൽ പരിപാടിയുടെ ഇടയിലൊന്നും ഉറങ്ങിയായിരുന്നു. പിന്നെ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവളാണെങ്കിൽ അവിടെ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ട് ഉറക്കിയതാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ ചൂടാണല്ലോ, ദാഹിച്ചിട്ട് പാടില്ല എന്നും പറഞ്ഞ് ആൾ തന്നെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അത്രയും ചൂടല്ലേ. ചിന്തുപാട്ട് തുടങ്ങാറായപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് വന്നിട്ട് അമ്പലത്തിൽ എത്തിയപ്പോഴാണ് വാവാച്ചിയുടെ കുറേ ഫ്രണ്ട്സിനെ കണ്ടത്. അതോടുകൂടി ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. എല്ലാതും ആമ്പടകളാണ് അവളുടെ ഫ്രണ്ട്സ്. പെൺകുട്ടികളായിട്ട് കളിക്കുന്നത് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്.
അവർ മകനും ഒത്ത വിദ്യകൾ തീർത്തു ഗ്രഹിച്ചു മുത്തായ മോനോട് ഉമ്മ അന്നു മുത്തേ നിനക്കിനി എന്തോന്നു വേണം പെറ്റ വാവർ മകനും ഒത്ത വിദ്യകൾ തീർത്തു ഗ്രഹിച്ചു മുത്തായ മോനോട് ഉമ്മ അന്ന് മുത്തേ നിനക്കിനി എന്തോന്നു വേണം തൊക്ക് വീരങ്ങി ചിന്തുപാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി. എല്ലാ അമ്പടകൾക്കും എല്ലാവർക്കും യൂണിഫോമൊക്കെ ആയിരുന്നു കേട്ടോ.
സമയം വൈകുന്നേരമായിട്ട് ദീപാരാധനയ്ക്കുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ദേ അമ്മയും അമ്മയുടെ ഫ്രണ്ട്സൊക്കെ പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. സെറ്റ് മുണ്ടും ബ്ലൗസും ഞാൻ ഡിസൈൻ ചെയ്ത് എൻ്റെ ബ്ലൗസ് കണ്ടു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് പന്തിരാഴി തയ്യാറാക്കണം കണ്ടത്. എല്ലായിടത്തും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളവിടങ്ങളിലുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ദീപാരാധന തൊഴുതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാവച്ചി അവിടെ കുറുമ്പൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ വെടിക്കെട്ടൊക്കെ തുടങ്ങി. കഴിഞ്ഞപ്പോൾ അന്നദാനം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തായമ്പക തുടങ്ങി. തായമ്പക കഴിഞ്ഞപ്പോൾ സിനിമാ പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.